DVP നേതാവ് വസീഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വസീഫ്, നിങ്ങൾ പറയുന്ന വില്ലൻ ഇന്ന് നായക പരിവേഷത്തോടെയാണോ ഈ കോഴിക്കോടിന്റെ മണ്ണിൽ വന്ന് ഇറങ്ങുകയും അവിടെ നിന്നുള്ള സ്നേഹാദരവൊക്കെ സ്വീകരിച്ചു പോവുകയും ചെയ്തൊരു മധുരപ്രതികാരമായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുകയാണോ? ഇന്നത്തെ സ്കോർ ചെയ്തത് ഗവർണറാണ് എന്ന ഒരു തോന്നൽ പലരുടെ ഇടയിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം ഇതിനോടകം തന്നെ കമന്റുകളൊക്കെ വരുന്നു. DYFI, SFIയുടെ പ്രത്യേകിച്ച് SFIയുടെ നിലപാടൊക്കെ ഇനി വളരെ നിർണായകമാണ്. എന്തായിരിക്കാം ഇനിയുള്ള നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്? ഇന്നത്തെ സംഭവത്തിൽ DYFIയുടെ പ്രതികരണം എന്താണ്? നിങ്ങളുടെ ഈ അവതരണം തന്നെ ഒരു തെറ്റായ രീതിയിലുള്ള അവതരണമാണ്. ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് ഒരു നായകനാകുന്നത്? നമ്മളൊക്കെ പറയാറുണ്ട്, പിന്നെ തമാശക്കും അതുപോലെ സിനിമയിലൊക്കെ പറയാം കിളിപോയവൻ എന്നൊക്കെ. ആ കളിയല്ലേ ഇപ്പൊ ഇദ്ദേഹം കളിക്കുന്നത്? ഒരു ഗവർണറുടെ നിലവാരമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഈ തെരുവിലിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെ ഈ തരത്തിൽ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഒരു വൃത്തികെട്ടവൻ എന്നല്ലേ പറയേണ്ടത്? ഈ പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ച് ഇങ്ങനെ ആദ്യം പറയുന്ന എനിക്ക് സുരക്ഷ വേണ്ട. പക്ഷേ വൃത്തികേടിന്റെ ഒരു ശബ്ദമൊന്നും കോഴിക്കോട് മണ്ണിൽ നിന്നും ഉയർന്നില്ല. അവിടെ നിന്നും ഈ മധുരം നൽകിയാണ് കണ്ടത്. ഞാൻ അത് കണ്ടുകൊണ്ടാണ് ഞാൻ വസീഫിനോട് ചോദിച്ചത്. കാരണം ഒരു അവസരങ്ങളും സാധാരണ നമുക്കറിയാമല്ലോ, നിലപാടുകളോട് വിയോജിക്കുന്ന അങ്ങേയറ്റത്തെ ഘട്ടങ്ങളൊക്കെ എത്തുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലൊരു അവസരമെങ്കിലും അവിടെ ശബ്ദമായിട്ടൊക്കെ ഉയർത്തേണ്ടതാണ്. അങ്ങനെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കോഴിക്കോടിന്റെ മണ്ണിൽ ഈ നിമിഷം വരെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, സ്വാഭാവികമാണ്. അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ? ഇതിൽ നിന്ന് കൃത്യമല്ലേ ഉദ്ദേശം? ഈ കേരളത്തിനകത്ത് ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറയാ. അപ്പൊ അത് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാകണം. ഞങ്ങൾ ഈ കോഴിക്കോട്ടെ ജനങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ ധാരണയുള്ള നല്ല ബോധ്യമുള്ളവരാ. ഇപ്പൊ BJP-ക്കാരാണ് ചുറ്റുമുള്ളത്. നിങ്ങൾ നോക്കുക ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട്ടെയും പരിസരത്തെയും BJP-ക്കാരുമായി കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ മീറ്റിംഗ് നടത്തി K സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ. എന്നിട്ട് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാനുമായി തെരുവിലിറങ്ങുക. ആ തെരുവിലിറങ്ങുമ്പോ അവര് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകരുത് എന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ബോധ്യമുള്ളത് കൊണ്ടാണ് SFIക്ക് ആ ഒരു തോന്നൽ ഉണ്ടായില്ല ആദ്യം ഈ തിരുവനന്തപുരത്ത് വെച്ച് എന്നാണോ? ഗവർണറുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. SFI ഉദ്ദേശിച്ചത് ഗവർണറുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധമല്ല. ഗവർണറെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാ. രാഷ്ട്രീയമായി ഈ ഗവർണറുടെ ചെയ്തികളെ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാ. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ? എങ്ങനെയെങ്കിലും ഒരു കല്ല് വരണം, അല്ലെങ്കിൽ ഒരു അടി വരണം, ഒരു അക്രമം ഉണ്ടാകണം, ഒരു സംഘർഷം ഉണ്ടാകണം. ആ സംഘർഷത്തെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ ആക്ഷേപിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെയുള്ള RSSകാരെയും BJP-ക്കാരെയും ചുറ്റും കാവല് നിർത്തി